ഒരു അവിയൽ ഉണ്ടാക്കാം. നമുക്കൊരു അവിയൽ ഉണ്ടാക്കാം. ഇതിലിങ്ങനെ എല്ലാ പച്ചക്കറിയും, ഇതിൽ പയറ്, കായ, ഒരു ചെറിയൊരു കഷ്ണം കയ്പ്പയ്ക്ക, പാവയ്ക്കാന്ന് പറയും, കയ്പ്പയ്ക്ക. ഇതിവിടെ കുറച്ച് വെള്ള റാഡിഷ്, വൈറ്റ് റാഡിഷ്, മുള്ളങ്കി എന്ന് പറയും, പിടിച്ച് മുള്ളങ്കി, അതൊരു ചെറിയൊരു കഷ്ണം ഇട്ടു. ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. ക്യാരറ്റ്, ചേന, പിന്നെ ബീൻസ്, ഇത്രയേ ഉള്ളൂ. ഒരു 6-7 കൂട്ടം പച്ചക്കറി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം തളിച്ച്, ഡ്രൈ അവിയലാണ് ഉണ്ടാക്കുന്നത്, നമുക്ക് കുറച്ച് വെള്ളം തളിച്ച് വയ്ക്കാം. 1/2 ഗ്ലാസ് വെള്ളം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഈ അവിയലിലേക്കുള്ള മുരിങ്ങയ്ക്ക ഉടഞ്ഞു പോവാതിരിക്കാൻ ഞാൻ വേറെ വേവിച്ചത് കേട്ടോ. ഇതിവിടെ ലുലുന്ന് മേടിക്കുമ്പോൾ ഇങ്ങനെ ചിരവിയ തേങ്ങ കിട്ടും. അപ്പോൾ ഇത് 2 തേങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി തേങ്ങ എടുക്കാം. ഒരു മുറി അരി തന്നെ ഉണ്ടാവുള്ളൂ ശരിക്ക്. അപ്പോൾ ഇത് ഇത്രയും ആവശ്യം വരും അവിയലിലേക്ക്. ഓക്കെ, ചൂടാക്കി ഇതിനെ നമുക്ക് ഒന്ന് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. അങ്ങനെ ഇങ്ങനെ അരച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഇതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അവിയലിലേക്ക് ചതയ്ക്കാനുള്ളത് 4 പച്ചമുളക്, കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 8-10 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച്, ഇതെല്ലാം കൂടെ ചതച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് എടുക്കാം. ഇന്ന് തൈര് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല കട്ട തൈരായതുകൊണ്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇതിപ്പോൾ തേങ്ങ ചതച്ച മിക്സിയിലേക്ക് തന്നെ അതൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഉടച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ കഷ്ണം വെന്തു. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ഇതെല്ലാം കൂടെ ചതച്ച് വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച്, ഇത് ഡ്രൈ ആയിട്ടുള്ളൊരു അവിയലാണ്. കൂടെ തന്നെ ഉടച്ചു വെച്ച തൈരും കൂടി ചേർക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞ് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തീ ഓഫ് ചെയ്ത്, ചട്ടി ആയതുകൊണ്ട് കിടന്ന് തിളയ്ക്കുന്ന. ഇനി അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇത് വെളിച്ചെണ്ണയാണ്, കട്ടിയായിട്ടിരിക്കുക ഇവിടെ തണുപ്പ് കൊണ്ട്. അപ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് യോജിപ്പിക്കാം. അപ്പോൾ അങ്ങനെ നമ്മളുടെ അടിപൊളി അവിയൽ. ഈ അവിയൽ വയ്ക്കുമ്പോൾ ഇതിൻ്റെ സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയൊരു പാവയ്ക്ക കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. കയ്പ്പയ്ക്ക, ഞങ്ങളവിടെ കയ്പ്പയ്ക്ക പറയും തൃശ്ശൂർക്കാർ. ഇതുകൊണ്ടിട്ട് ഇളക്കി നല്ല സൂപ്പർ അവിയൽ നമുക്ക് ഇതാക്കാം.